അങ്ങനെ ജോഗിനി വാട്ടർഫാൾസിൻ്റെ 1.5 ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ അടുത്തത് പോയത് റിവർ സൈഡിലേക്കാണ്. ഇത് റിവർ സൈഡ് ഓഫ് ബീസ് ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോൾ നമ്മൾ ഒരു മരത്തിൻ്റെ പാലത്തിൻ്റെ അവിടെ എത്തി. ആ പാലത്തിൽ 5 പേരിൽ കൂടുതൽ ഒരു ടൈമിൽ നടക്കാൻ പാടില്ല എന്നാണ് നമ്മളോട് അവിടെ ഉള്ളൊരു പറഞ്ഞു കേട്ടോ. അതിൽ 5 പേരിൽ കൂടുതൽ ആൾക്കാർ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്. ആ പാലത്തിന് ഭയങ്കര ആട്ടം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പാലം കടന്നു പോയ ഗൈസൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ അവിടെ കയറ്റിയില്ല ഗൈസ്. അങ്ങനെ റിവർ സൈഡിൽ നിന്ന് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് വന്നു. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി നമ്മൾ ഇവിടെ നിന്ന് മണാലിയിൽ നിന്ന് പോവുകയാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് മണാലിയിൽ ഒരു സ്ഥലം കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാൻ. വി ആർ ഗോയിങ് ടു ബുദ്ധിസ്റ്റ് മോണാസ്ട്രി. അവിടെ എന്തൊക്കെയുണ്ട് എന്നാണ് കേട്ടത്. എൻട്രൻസ് ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ അടിപൊളി 2-3 കടകളൊക്കെ ഉണ്ടായിരുന്നു. സോ ആദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണ് അങ്ങോട്ടാണ് പോയത്. അതിനുശേഷം ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അലൗഡ് ആയിരുന്നില്ല. സോ നമുക്ക് വീഡിയോ ഉള്ളിലത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇതേപോലെ ഇങ്ങനെ കറക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൽ കറക്കി ആഗ്രഹം പറഞ്ഞാൽ അത് നടക്കുന്നതാണ്. അപ്പം ഞങ്ങളും ഇതേപോലെ എല്ലാവരും അത് കറക്കി. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങിയേക്ക് നമുക്ക് അവിടെ ഒരു ചക്കര മുത്തിനെ കിട്ടി. ഞാൻ നേരത്തെ കാണിച്ച കടയത്തെ ചേച്ചിയുടെ കുട്ടിയായിരുന്നു കേട്ടോ. നീർജ എന്നാണ് പേര് പറഞ്ഞത്. നമ്മളവിടെ റോട്ടിൽ നിൽക്കണപ്പോൾ അങ്ങോട്ട് കയറ്റി കൊടുത്ത പോലും നന്ദുവിനെ വിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി വിസിറ്റ് ചെയ്തു. സാധനങ്ങളൊക്കെ വാങ്ങി. ഒരു ക്യൂട്ട് കുട്ടീനെ കണ്ടു. കുട്ടീനെ ആഴ്ച വ്ലോഗിലെടുത്തിട്ട് കാണിച്ചു തരും. ഇത് പിറക്കാതെ പോയ പുത്രനാണ്. അമ്മയായി തോന്നിയ കുട്ടിക്ക് നന്ദുവിനെ കണ്ടിട്ട് പാവം. മൈ സ്വീറ്റ് ബോയ്. അതെ, ഇനി ഞങ്ങൾ ഇവിടുന്ന് കസോളിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.